കല്യാൺ ജോബെ വേഴ്സസ് ബൈച്ചുങ് ഭൂട്ടിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യൻ ഫുട്ബോളിൽ ഉള്ള ഒരു വിഷയമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എപ്പോഴും ബൈച്ചുങ് ഭൂട്ടിയ ഈ കല്യാൺ ജോബയ്ക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വിഷയമാണ്. കല്യാൺ ജോബെ എന്ന് പറയുന്ന AFFൻ്റെ പ്രസിഡൻറ്റ് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ അല്ല, നല്ലൊരു പ്രസിഡൻ്റ് അല്ല എന്നുള്ള കാര്യം അദ്ദേഹം പലപ്പോഴായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പറയാൻ പറ്റും. ഒരു ബാഡ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു ബാഡ് പ്രസിഡൻ്റ് എന്നതിലുപരി കാര്യങ്ങൾ കൂടുതൽ വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന, ചില സമയത്ത് ഇയാൾക്ക് ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലേന്ന് പോലും തോന്നുന്ന തരത്തിലാണ് പല പ്രവൃത്തികളും വാക്കുകളും ഒക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. കല്യാൺ ജോബെ വന്നതിന് ശേഷം ഇന്ത്യൻ ഫുട്ബോളിന് ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു വലിയ ഡൗൺഫോൾ തന്നെ സംഭവിച്ചിട്ടുള്ള രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. നമുക്കറിയാമല്ലോ 2019 സിറ്റുവേഷനിലൊക്കെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡൗൺഫാൾ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്നുള്ള ഒരു പരാജയം തന്നെയാണ്. പിന്നെ പലപ്പോഴും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾ വരുന്ന സമയത്ത്, ഇപ്പം മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ് ഫാൻസൊക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റ് ഒരു എക്സ് ഫുട്ബോളറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും, അല്ലാണ്ട് ഒരു പൊളിറ്റീഷ്യനും ബിസിനസ്മാനും ഒന്നും അല്ല വരേണ്ടത്. ഒരു എക്സ് ഫുട്ബോളർ വന്നു, ഏറ്റവും വൃത്തികെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പുള്ളിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പുള്ളിയുടെ ഏറ്റവും വലിയ ചില കോമഡികൾ പറയാം. കഴിഞ്ഞ ദിവസം മീറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് സംസാരിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യമായിരുന്നു, ഇപ്പം സ്ട്രൈക്കർമാരില്ലാത്തൊരു സാഹചര്യത്തിൽ ഫോറിനേഴ്സിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്യും. ഈ മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആകുന്നതും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നിട്ട് ഔട്ട് ഓഫ് ദി ബോക്സ് വന്ന് പറഞ്ഞ ഡയലോഗാണ്. ഈ ഡയലോഗ് പിന്നെയും നമുക്ക് പോട്ടെന്ന് നോക്കാം. അതിനുശേഷം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എന്തോ വേൾഡ് കപ്പൊക്കെ കളിച്ചിട്ടുള്ള ഒരു സ്ട്രൈക്കറെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കാൻ പോകുന്നു സ്ട്രൈക്കറിന്, പോസ്റ്റിലേക്ക് അടിക്കാനുള്ള ഒരു പരിശീലനം കൊടുക്കാനേ. എന്തൊരു മണ്ടത്തരമൊക്കെയാണ് എഴുന്നള്ളിക്കുന്നത്. ഇയാൾ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ അതോ ശരിക്കും മണ്ടനാണോ എന്നുള്ള കാര്യമാണ് അറിയാൻ പറ്റാത്തത് എന്നുള്ളതാണ്. ഈ പരീക്ഷയുടെ മുമ്പലത്തെ ദിവസം റാങ്ക് മേടിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലാണ് ഇത്. ഒരു വർഷം മുഴുവൻ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാലേ നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കും. അല്ലാണ്ട് ക്രാഷ് കോഴ്സ് കൊടുത്തുകൊണ്ടൊന്നും ഗോൾ സ്കോറേഴ്സ് ഉണ്ടാകത്തില്ല. അതിന് അക്കാഡമി ചെയ്ത് അത് നമ്മുടെ ISL ക്ലബ്സോ അല്ലെങ്കിൽ I League ക്ലബ്സോ സ്റ്റേക്ക് ഹോൾഡേഴ്സോ ലീഗ് ഓർഗനൈസോ ഇതെല്ലാം കൂടി ആൻഡ് AFF എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടമായിട്ട് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ റിസൾട്ടായിട്ട് ഒരു എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത് ലഭിക്കേണ്ടത്. അല്ലാണ്ട് വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ഒരു പ്ലെയറെ കൊണ്ടുവന്നിട്ട് സ്ട്രൈക്കേഴ്സിന് ക്രാഷ് കോഴ്സ് കൊടുക്കുന്നത്. നേരത്തെ ഒരു കോമഡി ഉണ്ടായിരുന്നു, പുള്ളി ഗോൾ കീപ്പിംഗ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. ഇതൊക്കെ എന്ത് തേങ്ങയാണെന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇനിയിപ്പം ബൈച്ചുങ് ഭൂട്ടിയയുടെ കാര്യത്തിലേക്ക് വരാം. ബൈച്ചുങ് ഭൂട്ടിയയുടെ കാര്യം, ഇപ്പം പുള്ളി കല്യാൺ ജോബയ്ക്കെതിരെ എപ്പോഴും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് അറിയത്തില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പല മേഖലയിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എപ്പോഴും കല്യാൺ ജോബയുടെ കാര്യം മാത്രം ചൂണ്ടിക്കാട്ടി പറയുന്നത് പുള്ളിക്ക് ആ സ്ഥാനത്തേക്ക് വരാനാണോ. കാരണം കല്യാൺ ജോബെ ബൈച്ചുങ് ഭൂട്ടിയെ പരാജയപ്പെടുത്തിയിട്ടാണ് AFFൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചുരുക്കമാണോ അതോ മുമ്പ് നാഷണൽ ടീമിൽ ഒരു ഒന്നിച്ചുള്ളവരായിരുന്നു, അവർ തമ്മിൽ എന്തെങ്കിലും പരസ്യമുണ്ടായതിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് അറിയത്തില്ല. ബൈച്ചുങ് ഭൂട്ടിയയുടെ ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും കേൾക്കുമ്പോഴും പുള്ളിയും ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് എന്നുള്ളൊരു വാദം എനിക്കില്ല. പിന്നെ പുള്ളിക്കെതിരെയും പല അലിഗേഷൻസൊക്കെ മുമ്പ് പറഞ്ഞ പോലെ വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അത് വേറൊരു വിഷയം. ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു നല്ല അഡ്മിനിസ്ട്രേഷനാണ്. അത് എനിക്കൊരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൈവറ്റൈസ് ചെയ്യുന്നൊരു പരിപാടി. എന്നിട്ട് ഈ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, നല്ല ഫുട്ബോൾ എക്സ്പേർട്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിപ്പം ഇപ്പോൾ ടെക്നിക്കൽ ഡയറക്ടർ ജോബിലേക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആളുകളെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഫാക്ടറുണ്ട്. ഇപ്പോൾ ടോം ബയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. പുള്ളി ഒരു ഫുട്ബോൾ എക്സ്പേർട്ടാണ്. ജപ്പാൻ ഫുട്ബോളിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ആളാണ്. പുള്ളി പണ്ട് ISL തുടങ്ങുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ പുള്ളി IPL മാച്ച് കണ്ടിട്ട് കയറ്റി വിട്ടു എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ഏഷ്യയിൽ തന്നെ പലയിടത്തുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രത്തോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൂവ്ഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഇവിടെയൊക്കെ ആ ജോബിൽ ഇരിക്കുന്ന ഏതെങ്കിലും എക്സ് ഫുട്ബോളേഴ്സിന് ഒരു പേരിന് മാത്രം ഇരുത്തുന്ന പരിപാടി മാറ്റിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നു, ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, അല്ലാണ്ട് വിഷൻ 2047 വിഷൻ 3047 എന്ന് പറഞ്ഞിട്ട് നീണ്ട് ആ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് നീട്ടി വെക്കുന്ന പ്രോജക്ട്സ് അല്ല വേണ്ടത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിൽ ജപ്പാനോ ഉസ്ബെക്കിസ്ഥാനോ ഒക്കെ ചെയ്ത പോലത്തെ ലോങ് ടൈമിൽ പ്ലാൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് ഇത് ആളുകളെ പറ്റിക്കുന്നു, കൈയിട്ട് വരുന്നു, എന്നിട്ട് അവസാനം കൈമലർത്തുന്നു, ക്രാഷ് കോഴ്സ് കൊടുക്കുന്നു. ഈ പരിപാടി കൊണ്ടൊന്നും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള രക്ഷയില്ല. സോ ഇതിപ്പം കുറച്ച് ദിവസം ആളുകളൊക്കെ ചർച്ച ചെയ്യപ്പെടും സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ. പിന്നെ ട്രാൻസ്ഫർ ന്യൂസുകളുടെ പുറയിലേക്ക് എല്ലാവരും പോകും. KBSCയിലെത്തിയോ മോഹൻ ബഗാനിലെത്തിയോ, ഇതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇവർ കുറേ ക്യാഷ് കിട്ടുന്നു, പ്ലെയേഴ്സിന് കുറേ പൈസ കിട്ടുന്നു. ഇതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് എന്താണ് ഗുണം? നമ്മൾ കാണുന്ന ആരാധകർക്ക് എന്താണ് ഗുണം? യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട്
ഇത് നമ്മൾ 365 ഡേയ്സിലും 24/7 ഒക്കെ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ ഇവന്മാർ മുടിപ്പിക്കും. ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സൈനിങ് ഓഫ്.